മമ്മിക്ക് ബിഗ് ബോസിന്റെ വാണിങ് വന്ന സമയം മുതൽ ശ്രീധുവിന്റെ പുറകെ നടന്നുകൊണ്ട് നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീധുവിന്റെ മമ്മി. നിന്റെ ഗെയിം ശരിയല്ല, നീ അങ്ങനെയാണ് ചെയ്യുന്നത്, നീ ഇങ്ങനെയാണ് ചെയ്യുന്നത്, രാത്രി ഉറങ്ങ്, ഇങ്ങനെ ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധു അവിടെ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ശ്രീധുവിന്റെ മമ്മി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇവിടെ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നില്ല, മിങ്കിളാവുന്നില്ല, അവർ സംസാരിക്കുമ്പോൾ തിരിച്ച് സംസാരിക്കേ, അവരൊപ്പം ഇരുന്ന് സംസാരിച്ചുകൊണ്ട് അവർ നിന്റെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ അതിന് ചുട്ട മറുപടി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ ശ്രീധുവിന്റെ അടുത്ത് ശ്രീധു പലതും പറയാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നീ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഒരു തവണ ശ്രീധുവിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് അതുപോലെ പറയുമ്പോൾ ശ്രീധു ഇങ്ങനെ കുമ്പിട്ട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ഇരിക്കുന്ന ശ്രീധുവിനെ നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചു. അത്രയും നെഗറ്റീവായിട്ടാണ് ശ്രീധുവിന്റെ മമ്മി ശ്രീധുവിന്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീധു അവിടെ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആകപ്പാട് കൂടി ക്യാപ്റ്റൻസി ചെയ്യുന്ന സമയത്ത് നീ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നു, അതുപോലെ നീ എന്തുകൊണ്ട് ഇപ്പം നിൽക്കുന്നില്ല, ഇപ്പം ഇനി ഒട്ടും ഗെയിം കളിക്കുന്നില്ല, രാത്രി ലേറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കിടന്ന് ഉറങ്ങണം. അവിടെ അർജുനുമായിട്ടുള്ള ആ ഒരു സംസാരം കാര്യങ്ങളൊന്നും മമ്മിക്ക് ഇഷ്ടമല്ല, അതാണ് മമ്മി സൂചിപ്പിക്കുന്നത്. അത് ഒട്ടും വേണ്ട എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവരുമായിട്ടുള്ള സംസാരം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരായി സംസാരിക്കുന്നു എന്നൊക്കെയുള്ള ഡബിൾ മീനിങ്ങോട് കൂടിയാണ് മമ്മി സംസാരിക്കുന്നത്. അതുമാത്രമല്ല ശ്രീധു ചെയ്യുന്നത് ഒന്നും ശരിയല്ല അവിടെ ഉള്ളത്. ശ്രീധു ഇങ്ങനെ ഗെയിം കളിക്കും, നീ ഈ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കുക, പക്ഷെ നീ ഇവിടെ പ്രതികരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട്, എനിക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ മമ്മിക്ക് അറിയാത്തത് കൊണ്ടാണ്, ഇവിടുത്തെ രീതികൾ വേറെ എന്നൊക്കെ പറയുമ്പോൾ മമ്മി നിനക്ക് മനസ്സിലായിട്ടും നീ മനസ്സിലാവാത്ത പോലെ നടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെയാണ് മമ്മി അവിടെ മറുപടി പറയുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ ഭയങ്കര നെഗറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ബിഗ് ബോസ് അവിടെ കൺഫെഷൻ റൂമിലേക്ക് മമ്മിയെ വിളിക്കുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. മത്സരാർത്ഥികൾക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവാനാണ് വീട്ടിൽ നിന്ന് ആളുകളെ വിളിപ്പിക്കുന്നത്, അല്ലാതെ നെഗറ്റീവ് അടിപ്പിക്കാനല്ല, അവരെ പ്രോത്സാഹിപ്പിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ഇല്ലാതാക്കിയാണ്, ഗെയിം ഇല്ലാണ്ടാക്കുകയാണ്, അവരുടെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കൃത്യമായിട്ട് ബിഗ് ബോസ് അവിടെ പറഞ്ഞു. ഈ നിങ്ങൾ വീട്ടിലുള്ളവരുമായി ബാക്കിയുള്ളവരുമായി മിങ്കിൾ ചെയ്യൂ, ഇനി ഈ സംസാരം ഇവിടെ പറ്റില്ല എന്ന് ബിഗ് ബോസ് തറപ്പിച്ച് പറഞ്ഞു. ഇല്ല, ഞാൻ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ ബിഗ് ബോസ്, നന്നായി ഗെയിം കളിക്കണമെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്ന്. നന്നായി ബെസ്റ്റ് ഗെയിമാണ് ശ്രീധുവിന്റെ മമ്മി അവിടെ കളിച്ചത്. എന്തായാലും ബിഗ് ബോസ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളവിടെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനി ഈ സംസാരം നിർത്തിക്കൊള്ളാൻ ബിഗ് ബോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു വാണിംഗ് ആണ് ബിഗ് ബോസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ല, ലൈവ് കണ്ട എനിക്ക് തോന്നിപ്പോയി ശ്രീധുവിനെ ഒന്ന് പറഞ്ഞു വിടോ ബിഗ് ബോസ്, എന്നിട്ട് അവളുടെ മമ്മീനെ അവിടെ നിർത്തിക്കോളൂ, ശ്രീധുവിന്റെ മമ്മീനെ. ഇനി ശ്രീധുവിന് പകരം മമ്മി ഗെയിം കളിക്കട്ടെ, ശ്രീധുവിനെ പറഞ്ഞു വിട്ടോളൂ എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നിയത് ആ സമയത്ത്.